അപ്പോൾ പൈലറ്റുമാർ വന്ന് സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എത്ര 500 മറ്റോ പേരുണ്ട്. ഇവരെ എല്ലാം ഫ്ലൈറ്റ് മിസ്സിങ്. കാരണം ആംസ്റ്റർഡാമിലേക്ക് പോകണ ആരും അവിടെ പോകാൻ കുറച്ച് പേരാണ്. എല്ലാവരും വേറെ വിമാനം പിടിക്കാനാണ്. ഇത്രയും പേർക്ക് കണക്ഷൻ മിസ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പേരെ കണക്ഷനാണ് ഒരാളുടെ ജീവനാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എന്നെ സംബന്ധിച്ച് ഒരാളുടെ ജീവനാണ്. ഇയാൾ മരിച്ചു പോകും. അപ്പോൾ അവർക്ക് ആ കൺഫ്യൂഷനായി. പിന്നെ ആംസ്റ്റർഡാമിലേക്ക് അവർ ഡോക്ടർമാരെ കണക്ട് എന്നെ കോക്പിറ്റിലേക്ക് കൊണ്ടുപോയി. കോക്പിറ്റിൽ കൊണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ കമാൻഡ് എനിക്ക് തന്നു. ഈ ഡോക്ടർ പറയുന്ന പോലെ ചെയ്യാൻ ക്രൂ നിർദ്ദേശം. അപ്പോൾ ഞാൻ പറയാം എമർജൻസി ലാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ബസ്സാണ് ചവിട്ടി നിർത്താൻ പറ്റില്ലല്ലോ. ഇത് ദുബായ് അവർ സംസാരം ഇത് ഒരു മണിക്ക് ഒരുപാട് ദുബായും കഴിഞ്ഞ് പോയി. പിന്നെ ഇവർ പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുത്താലേ തിരിച്ച് പോകാൻ പറ്റും. പെർമിഷനൊക്കെ എടുത്ത് തിരിച്ചു പോയി. ലാൻഡ് ചെയ്തപ്പോൾ എയറോ ബ്രിഡ്ജിൽ ഒരുപാട് ദൂരെയാണ് ലാൻഡ് ചെയ്തത്. അപ്പോൾ പിന്നെ ആംബുലൻസ് ഇങ്ങോട്ട് വരികയാണ്. രസമുള്ളതെന്ന് പറഞ്ഞാൽ ആംബുലൻസ് വന്ന ഡോക്ടറിനും വലിയ ബോധമില്ലാത്ത ഡോക്ടറാണ്. അയാൾക്കൊരു ഞരമ്പിന് കുത്തിവെക്കാൻ പറയുമ്പോൾ എനിക്ക് പാടില്ലാത്ത കൂടെ വന്ന ടെക്നീഷ്യൻ മലയാളിയാണ്. ഡോക്ടർ ലാലല്ലേ എന്ന് ചോദിച്ചാൽ അവർ ടി വിയിൽ കണ്ടിട്ടുള്ളവരാണ്. രസമുള്ള അനുഭവമാണ്. അപ്പോൾ ഡോക്ടർ ലാലെന്ന് വെച്ചപ്പോൾ ഇയാൾ ഇയാൾക്കൊന്നും അറിയില്ല. ഡോക്ടർ വരുമ്പോൾ ഞാൻ വാങ്ങിച്ച് ഐ വി കൊടുത്തു. ആ സിസ്റ്റർക്ക് ഇത് കാണുന്നുണ്ടോ ഈ പ്രോഗ്രാം ഒരു പക്ഷേ. അപ്പോൾ എന്നിട്ട് അയാൾ അപ്പോഴത്തേക്ക് പിന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി. പക്ഷേ ഇത് എയറോ ബ്രിഡ്ജ് ഒന്നും ഇല്ലാത്ത. അതുകൊണ്ട് ഈ പരിചയം കൊണ്ടായിരിക്കും ലോകത്തെമ്പാടും മലയാളി ഡോക്ടേഴ്സിന് വലിയ ബഹുമാനമാണ് അല്ലേ? അതായത് ഡോക്ടർമാർ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പൊതുവേ ഇങ്ങനെയാണ്. പക്ഷേ മലയാളികൾക്ക് പ്രത്യേകമുള്ളൂ. ഞാനെനിക്ക് അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ ഇതുപോലെ ലോങ് ഡിസ്റ്റൻസിൽ ദുബായ്ക്കുള്ള ഫ്ലൈറ്റാണ് പറ്റുക. അനൗൺസ് എൻ്റെ അടുത്തിരുന്നത് അഫ്ഗാൻ ഗാനൻ ന്യൂറോളജി PG ചെയ്യുന്നതാണ് അമേരിക്കയിൽ. ഇതുപോലെ അനൗൺസ്മെൻ്റ് ആയതാണ്. ഞാൻ പോകാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അറബിക്ക് അയാൾക്ക് ഈ വയറിളക്കം വയറ് പെരുകിയിട്ട് വയറുവേദനയാണ്. അയാൾക്ക് ഹാർട്ടിന് അസുഖമുള്ള അയാൾ വെച്ച് ഹാർട്ട് അറ്റാക്ക് ആണ്. കാരണം നെഞ്ചിൽ തന്നെ വേദന അനുഭവിക്കും. ഓക്കെ, ഈ പ്രഷർ ഈ ഈ ഡയഫ്രം എല്ലാം കൊണ്ട് നെഞ്ചിലാണ് വേദന അനുഭവിക്കുന്നത്. അപ്പോൾ അയാൾ ഞാൻ പരിശോധിച്ചിട്ട് അയാൾ കുഴപ്പമില്ല, അയാൾ ഹാപ്പി ആയിട്ട് പോയി. ഞാൻ തിരിച്ചു വന്ന് ഞാൻ ചോദിച്ചു ഇയാൾ എന്താ വരാമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ റിസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊക്കെ നമുക്ക് എല്ലാ സാഹചര്യവും നേടാനുള്ള ട്രെയിനിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. എന്നിട്ട് ആ ഫ്ലൈറ്റിൽ ആ പേഷ്യന്റിനെ ദുബായിൽ ഇറക്കി. എന്നിട്ട് ദുബായിൽ ഇറക്കി അവിടെ പെട്ടുപോയി. 7 മണിക്കൂർ. കാരണം എയർലൈൻസിൻ്റെ റൂൾസ് ഉണ്ട്. എത്ര മണിക്കൂർ കൂടുതൽ ഒരു സെറ്റ് ക്രൂവിന് യാത്ര ചെയ്യാൻ പാടില്ല.